നമസ്കാരം. ഇറാനെ സംബന്ധിച്ച് യുദ്ധം ഒരു പുത്തരിയല്ല. ഒരുപാട് വർഷം യുദ്ധം നടത്തിയും കെടുതികൾ ഏറ്റുവാങ്ങി തിരിച്ചടിച്ചും എല്ലാം പരിചയമുള്ളതിനാൽ ഇപ്പോൾ അവർക്കുണ്ടായ നഷ്ടങ്ങൾ ആ രാജ്യത്തെ സംബന്ധിച്ച് ബാധിക്കുന്നതേ അല്ല. അവസാന നിമിഷം വരെയും ശത്രുവിനെതിരെ പോരാടുക എന്നത് പേർഷ്യൻ പോരാളികളെന്നറിയപ്പെടുന്ന ഇറാനികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ജനത അമേരിക്ക ബോംബാക്രമണം നടത്തിയിട്ട് പോലും പതറാത്തത്. തിരിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ചതും പേർഷ്യൻ പോരാട്ട വീര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. സമവായത്തിന് രംഗത്തിറങ്ങാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതും ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ പ്രതീകാത്മക ആക്രമണം തന്നെയാണ്. മുൻകൂട്ടി വിവരം നൽകാതെയും ശക്തിയേറിയ മിസൈലുകൾ ഉപയോഗിച്ചുമാണ് ഇറാൻ ആക്രമണം നടത്തിയതെങ്കിലും ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമായിരുന്നു എന്നതും വ്യക്തമാണ്. എന്തൊക്കെയായാലും US-നെതിരെ ഇറാൻ നടത്തിയ ആക്രമണം അമേരിക്കയുടെ മുഖത്തേറ്റ അടിയെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാൻ ഒരു കാലത്തും US-ന് കീഴടങ്ങിയിട്ടില്ല. ഇനിയും ഇറാനെതിരെ ആക്രമണമുണ്ടായാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന കാര്യവും ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഖമേനി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാൻ കീഴടങ്ങണം എന്ന ആഗ്രഹം അമേരിക്കയുടെ മനസ്സിൽ ഇരിക്കുക മാത്രമേ ഉള്ളൂ. അതൊരിക്കലും നടപ്പാകാൻ പോകുന്നില്ല. US-ന്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമെന്ന് തോന്നിയാൽ കടന്നു കയറുവാനും ശക്തമായ നടപടിയെടുക്കുവാനും ഇറാനെ സംബന്ധിച്ച് കഴിയും. ഭാവിയിലും ഇത്തരം നടപടി ആവർത്തിക്കും. ഇറാനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ കനത്ത വില നൽകേണ്ടി വരും എന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഖമേനി. അതും ഖത്തറിലെ US ബേസ് ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്. US ഭരണകൂടത്തിനെതിരെ ഇറാൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് വലിയ അഭിനന്ദനങ്ങളാണ്. യുദ്ധത്തിൽ നേരിട്ട് ഭാഗമായില്ലെങ്കിലും സയനിസ്റ്റ് ഭരണകൂടം പൂർണ്ണമായും നശിക്കപ്പെടുമെന്ന് തോന്നിയതുകൊണ്ടാണ് US ഭരണകൂടം യുദ്ധത്തിന്റെ ഭാഗമായത്. എന്നാൽ US-ന് ഒന്നും നേടാനായില്ല. കോലാഹലങ്ങളും അവകാശവാദങ്ങളും മാത്രമായിരുന്നു. ഇറാന്റെ കനത്ത പ്രഹരമാണ് അവർക്ക് ഏൽക്കേണ്ടി വന്നത്. ഇസ്രായേലിന്റെ ബഹുതല പ്രതിരോധം ഭേദിച്ച് നഗര സൈനിക മേഖലകളെ ലക്ഷ്യം വയ്ക്കാൻ സായുധ സേനയ്ക്ക് കഴിഞ്ഞു. മിഡ്നൈറ്റ് ഹാമർ എന്ന് പേരിട്ട് വിളിച്ച് US നടത്തിയ ആക്രമണത്തിൽ യാതൊരു നഷ്ടവും ഇറാന് സംഭവിച്ചിട്ടില്ല. ഇസ്രായേൽ പ്രതിരോധ സേനയെ തകർക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നും ഖമേനി കൂട്ടിച്ചേർക്കുന്നുണ്ട്.